ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ബ്ലഡ് സാമ്പിളിങ് വയൽസിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാം. ബ്ലഡ് സാമ്പിളിങ് വയൽസ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ഓരോ പല പല കളറുകളിൽ. ഇത് ആക്ച്വലി നമ്മൾ കളർ കോഡ് ചെയ്തിട്ട് നമ്മൾ വയൽസിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതിന്. അപ്പോൾ നമുക്ക് കളർ കോഡിങ് വെച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ കളർ എന്തിനേക്കും റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറയാം. ആദ്യം തന്നെ ഈ ഗ്രേ കളർ, ഇത് ബ്ലഡ് ഷുഗർ വയലാണ്. ഈ റെഡും യെല്ലോ കളറും പ്ലെയിൻ വയലാണ്. അതുപോലെ തന്നെ ഈ പർപ്പിൾ അല്ല ലാവൻഡർ, ഇത് EDTA വയലാണ്. അതുപോലെ ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ PTINR വയലാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. EDTA വയൽ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഓരോ വയൽസിൻ്റെ ഉള്ളിൽ ഓരോ അഡിക്റ്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഈ യെല്ലോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതുപോലെ ഓരോന്നും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ളതാണ് EDTA. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഡൈ അമൈൻ അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഇതിനകത്ത് നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ HbA1c ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതൊരു ഗ്ലൂക്കോസ് ടെസ്റ്റാണ്, അതിന് വേണ്ടി. പിന്നെ ESR ടെസ്റ്റ്, WBC ടെസ്റ്റ്, പിന്നെ ക്രോസ് മാച്ചിങ്ങിന്, ബ്ലഡ് ഗ്രൂപ്പിങ്, ഇതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഈ ബ്ലൂ കളർ, അതായത് നമ്മുടെ PTINR വയൽ. അപ്പോൾ ഇതിനകത്ത് ഉള്ള നമ്മൾ പറഞ്ഞ് ഓരോ ടെസ്റ്റ് ട്യൂബ് ഈ വയൽസിൻ്റെ ഉള്ളിൽ ഓരോരോ സാധനങ്ങളുണ്ടെന്ന്. ഇതിനകത്തുള്ളതാണ് നമ്മുടെ സോഡിയം സിട്രേറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ 3.2 to 3.8% വരെയാണ് ഇതിനകത്തുള്ളത്. ഇതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ ആൻറ്റി കോയാഗുലൻ്റ് എന്നും പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഡിയം സിട്രേറ്റ് നമ്മുടെ ബ്ലഡിലുള്ള കാൽഷ്യം അയണിനെ ബൈൻഡ് ചെയ്തിട്ട് അവിടുത്തെ ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് സാമ്പിൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബ്ലീഡിങ് ടൈം അറിയാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ട് പ്രോത്രോംബിൻ ടൈം അറിയാൻ വേണ്ടി, പിന്നെ ഡി ഡൈമർ ടെസ്റ്റിന് വേണ്ടി, പിന്നെ ഉള്ളതാണ് INR ടെസ്റ്റിന് വേണ്ടി. ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രേ കളർ, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ വയൽ. ഓക്കെ, ഇതിനകത്ത് 2 ഏജൻറ്റുകളാണ് ഈ വയൽസിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഫ്ലൂറൈഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതാക്കുന്നത്, ആൻറ്റി ഗ്ലൈക്കോലൈറ്റിക് ആണ്. ഓക്കെ, ആൻറ്റി ഗ്ലൈക്കോലൈറ്റിക് ഏജൻറ്റാണ്. അതുപോലെ തന്നെ പിന്നുള്ളതാണ് പൊട്ടാഷ്യം ഓക്സലേറ്റ്. ഓക്കെ, പൊട്ടാഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി കോയാഗുലൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് GTTക്ക് വേണ്ടി, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിന് വേണ്ടി. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് FBS വേണ്ടി, അതായത് ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ലാക്ടേറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഈ വയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ നമ്മുടെ യെല്ലോ വയൽസ് ആണ്. ഇതിനെ പ്ലെയിൻ വയൽസ് എന്നും പറയും, അതുപോലെ SST, അതായത് സെറം സെപ്പറേറ്റിംഗ് ട്യൂബ് എന്നും കൂടി ഇതിനെ പറയും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതുപോലെ തന്നെ ഈ ട്യൂബിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള 2 ഏജൻ്റ് ഉണ്ട്. അതിലൊന്നാണ് സിലിക്ക പാർട്ടിക്കിൾസും, അതുപോലെ തന്നെ ഒന്നാണ് സെറം സെപ്പറേറ്റർ. ഈ സിലിക്ക പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ്. അതുപോലെ തന്നെ ഈ സെറം സെപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്ലഡിലെ പ്ലാസ്മനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ യൂറിയ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ KFT, LFT, C റിയാക്റ്റീവ് പ്രോട്ടീൻ, പിന്നെന്തൊക്കെയാണ് നമ്മുടെ ടോക്സിക്കോളജി, ഇമ്മ്യൂണോളജി, ഡ്രഗ് ലെവൽ, അതായത് PCM, സാലിസിലേറ്റ്, ആസ്പിരിൻ, ഇതിൻ്റെയൊക്കെ ഡ്രഗിൻ്റെ ലെവൽ അറിയാനും, പിന്നെ ക്യാൻസർ, അതായത് ട്യൂമർ മാർക്കേഴ്സ് ആയിട്ടൊക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ റെഡ് കളർ വയൽസ്. ഇതിന് പ്ലെയിൻ വയൽസ് എന്ന് തന്നെ പറയും. പക്ഷേ ഇതിനകത്ത് വേറെ ഒന്നും അഡിക്റ്റീവ്സ് ഇല്ല, നോ അഡിക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, നോർമലി നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള വയൽസുകളിലൊക്കെ എന്താണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് ബ്ലഡ് ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ അഡിക്റ്റീവ്സ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് അതില്ലാത്തതുകൊണ്ടെന്നാണ് ഇതിൽ നോർമലി ബ്ലഡ് ക്ലോട്ടാവും. അതുപോലെ തന്നെ ഇത് സെറം സെപ്പറേറ്റർ ചെയ്യും. എങ്ങനെയാണ്, സെൻട്രിഫ്യൂഗറേഷൻ വഴി ഇതിൽ സെറം സെപ്പറേറ്റ് ചെയ്യും.
ഇതിനകത്ത് ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ഇമ്മ്യൂണോളജി ടെസ്റ്റ്, അതുപോലെ സെറോളജി ടെസ്റ്റ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ, അതായത് ബ്ലഡ് ബാങ്കുകളിൽ ക്രോസ് മാച്ചിങ്ങിനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വയൽസിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്ലാക്ക്, പിന്നെ പിങ്ക്, പിന്നെ ഗ്രീൻ 2 കളറിലുണ്ട്. ഒന്ന് ഡാർക്ക് ഗ്രീനും ഉണ്ട്, ഒന്ന് ലൈറ്റ് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ESRന്, അതായത് നമ്മുടെ എന്താണ് എറിത്രോസൈറ്റ് സെഗ്മെൻറ്റേഷൻ റേറ്റ് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്താണ് നമ്മുടെ ബ്ലാക്ക് കളറിലെ വയൽ, അതിന് ESR വയൽ എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പിങ്ക് വയൽസ് എന്ന് പറയുന്നത്. ഇത് നോർമലി EDTA വയൽ തന്നെയാണ്, കാരണം അതിനകത്ത് ഉള്ള കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ EDTA തന്നെയാണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ക്രോസ് മാച്ചിങ് ചെയ്യാൻ വേണ്ടി, ബ്ലഡ് സാമ്പിളിങ്ങിൻ്റെ ക്രോസ് മാച്ചിങ്ങിനും, പിന്നെന്താണ് ഗ്രൂപ്പ് ആൻഡ് സേവ് ചെയ്യാനും വേണ്ടി, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഹീമോലൈറ്റിക് അനീമിയ അത് ഡിറ്റക്റ്റും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പിങ്ക് കളർ വയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഡാർക്ക് ഗ്രീൻ വയൽസ്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്. ഡാർക്ക് ഗ്രീനിൽ അടങ്ങിയിട്ടുള്ള കണ്ടെയ്ൻസ് എന്ന് പറയുന്നത് സോഡിയം ഹെപ്പാരിൻ ആണ്. അതൊരു ആൻറ്റി കോയാഗുലൻ്റ് ആണ്. അത് എവിടേക്കാണ് ഈ വയൽസ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അമോണിയ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് അമോണിയ ലെവല്, അതുപോലെ തന്നെ ഇൻസുലിൻ, റെനിൻ ആൻഡ് ആൽഡോസ്റ്റെറോൺ, ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് ഡാർക്ക് ഗ്രീൻ കളർ വയൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നുള്ളതാണ് ലൈറ്റ് ഗ്രീൻ കളർ. അതിനകത്തുള്ളത് ലിഥിയം ഹെപ്പാരിൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മേനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിക്ക് വേണ്ടിയാണ്. വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ ബൈ.